യമാൽ കരുതിയതുപോലെയൊന്നും അലിയൻസിൽ നടപ്പാക്കാൻ സാധിച്ചില്ല. ആ 17-കാരൻ പയ്യൻ ഒരു 40-കാരന് മുമ്പിൽ അടിയറവ് പറഞ്ഞു. രണ്ടുപേരും നമ്മെ പ്രായം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവരാണ്. ഒരാൾ ചെറിയ പ്രായത്തിൽ തന്നെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ചവരുടെ കൂട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ പ്രായം 40 ഏറ്റവും മികച്ചവനായി പന്ത് തട്ടാൻ സാധിക്കുന്നു. അവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരമായിരുന്നു കഴിഞ്ഞു പോയത്. പാസ്റ്റ് വേഴ്സസ് ഫ്യൂച്ചർ. യമാലിനെ സംബന്ധിച്ച് അവന് മുമ്പിൽ ഇനിയും ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. നേട്ടങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. എന്നാൽ ക്രിസ്ത്യാനോയെ സംബന്ധിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ. കേവലം കുറഞ്ഞ വർഷങ്ങളെ അയാൾ ഫുട്ബോൾ ലോകത്ത് ഉണ്ടാവുകയുള്ളൂ. അതിനാൽ ലഭിക്കുന്ന ഓരോ ചാൻസുകളും കൃത്യമായി മുതലെടുക്കണം. അതിനു മുമ്പിൽ തടസ്സമായി ആര് വന്നാലും അവരെല്ലാം തകർത്ത് കിരീടങ്ങൾ ചൂടണം. ആ ഒരു മെന്റാലിറ്റിയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ കണ്ടത്. ന്യൂനോ മെൻഡസിന്റെ മികച്ച പ്രകടനത്തിൽ 2 ഗോളിന്റെ സമനിലയിൽ മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ക്രിസ്ത്യാനോ നേടിയ 2ാം ഗോളിനെ വിമർശിക്കുന്നവർ ഏറെയുണ്ട്. ടാപ്പിംഗ് ഗോൾ എന്ന് പറഞ്ഞ് ആ ഗോളിനെ അധിക്ഷേപിക്കുന്നവരുമുണ്ട്. മെൻഡസിന്റെ ക്രോസ് പ്രതീക്ഷിച്ച് കൃത്യമായി പൊസിഷൻ എടുത്ത് ഡിഫൻഡേഴ്സിന്റെ ഇടയിലൂടെ പന്ത് വലയിലെത്തിക്കൽ അല്പം ബുദ്ധിമുട്ടേറിയതാണ്. അതയാൾക്കല്ലാതെ മറ്റാർക്കാണ് ഇത്രയും പെർഫെക്റ്റായി ചെയ്യാൻ സാധിക്കുക? 2ാം പകുതിയുടെ അവസാനം അയാൾ തിരികെ കയറിയെങ്കിലും ടീമിന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി അയാൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പകരക്കാരനായി എത്തുന്ന ജോട്ടക്ക് ഒരു നിമിഷം നിർദ്ദേശങ്ങൾ നൽകുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഒടുക്കം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് മത്സരം കടന്നപ്പോഴും അതിനെ ഫേസ് ചെയ്യാൻ അയാളുടെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. ഡാലോട്ടിന്റെ ഷോൾഡറിനോട് ചേർന്ന് തലവെച്ച് ഓരോ പെനാൽറ്റികളും അയാൾ തള്ളി നീക്കുന്നുണ്ടായിരുന്നു. നിയോഗിക്കപ്പെട്ടവർ എല്ലാം കൃത്യമായി എടുത്തപ്പോൾ അയാളുടെ മുഖത്ത് വന്ന സന്തോഷവും ഒടുക്കം കോസ്റ്റയിലൂടെ ആ വിജയം പിടിച്ചെടുത്തപ്പോഴും മുട്ടുകുത്തി കരയുന്നതുമെല്ലാം ക്യാമറകൾ ഒപ്പിയെടുത്തു. രാജ്യത്തിന് വേണ്ടിയുള്ള കിരീട നേട്ടം അതല്പം സ്പെഷ്യലാണെന്ന് ക്രിസ്ത്യാനോ പറഞ്ഞു വെക്കുമ്പോൾ ഒന്നുറപ്പാണ്, അതയാൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും തുടക്കം കുറിച്ച യാത്ര ഇന്ന് 3 രാജ്യാന്തര കിരീടത്തിലേക്ക് ടീമിനെ നയിക്കാൻ സാധിച്ചിരിക്കുന്നു. 4 ഫൈനലുകളിൽ 3 കിരീടം ചൂടി പോർച്ചുഗലിന്റെ തേരോട്ടം തുടരുകയാണ്. അന്ന് ക്രിസ്ത്യാനോയിലൂടെയാണ് ടീം അറിയപ്പെട്ടതെങ്കിൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല. ഓരോ പൊസിഷനിലും ക്ലബ് ഫുട്ബോളിലെ പ്രഗത്ഭരാണ് പോർച്ചുഗലിൽ അണിനിരക്കുന്നത്. ഏതു തള്ളിയ ടീമായിരുന്ന പറങ്കികൾ 2026 ലോകകപ്പിന്റെ ഫേവറേറ്റുകളായി മാറുമെന്നുറപ്പാണ്. അടുത്ത വേൾഡ് കപ്പിന് സജ്ജരാകുന്ന ഓരോ ടീമുകളും കരുതിയിരുന്നുള്ളൂ. റോണോയും പോർച്ചുഗലും സർവ്വസന്നാഹങ്ങളോടെ സജ്ജരാവുകയാണ്.